ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞ് നമുക്ക് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഡെക്കറേഷൻസിലേക്ക് നമുക്ക് കടക്കേണ്ട സമയമായിട്ടുണ്ട്. സാധാരണ ഞാൻ കുട്ടികളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ നവംബർ 30 തന്നെ രാത്രിയിൽ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എഴുന്നേറ്റ് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്ത് ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് കാണാൻ നല്ല ഒരു രസമായിരിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അവരെ കൂടെ കൂട്ടിയാണ് ഞാൻ ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ലുക്ക്, അതായത് ഈ ഒരു കളറെല്ലാം മാറ്റി ഒരു റെഡ് നമ്മുടെ ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ വെച്ച് ഒന്ന് ഡിഫറെൻ്റ് ആക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ എൻട്രൻസ് ഏരിയ. അപ്പം ഇവിടെയാണ് ഞാൻ ഈ ഒരു കോർണർ സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലമില്ലേ, ഇവിടെയാണ് ഞാൻ ക്രിസ്മസ് ട്രീ സാധാരണ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സ്റ്റാൻഡിനെ എടുത്ത് പതുക്കെ ഇപ്പുറത്തെ കോർണറിലേക്ക് ഒന്ന് മാറ്റണം. അപ്പോൾ ബാക്കി അവിടെ നമ്മുടെ ക്രിസ്മസ് ട്രീക്കുള്ള നല്ലൊരു സ്പേസ് ഉണ്ടാവും. പിന്നെ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെയാണ് ഹോള്. അപ്പോൾ ഹോളിലേക്കുള്ളതും പതുക്കെ ചെയ്തു തുടങ്ങണം. അപ്പം ഈ സംഭവങ്ങൾ ഇവിടെ കാണുന്ന സാധനങ്ങളൊക്കെ ഒന്ന്, ഈ ബ്ലൂ കളറിൽ കാണുന്ന സാധനങ്ങൾ എല്ലാം ഒന്ന് എടുത്ത് പതുക്കെ മാറ്റി വെക്കും. ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഈ ഒരു മാസം ഇതിവിടെ ഉണ്ടാവും. ഞാൻ ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയർ ആവാറാകുമ്പോഴാണ് പതുക്കെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ പിന്നെയും തിരിച്ചെടുത്ത് പാക്ക് ചെയ്ത് എടുത്തു വെക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത് കോർണർ സ്റ്റാൻഡ് അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അവിടെയാണല്ലോ നമുക്ക് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യേണ്ടത്. ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ ഓരോ സെപ്പറേറ്റ് ആക്കി പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഈ ക്രിസ്മസ് ട്രീയുടെ ഓരോ സെക്ഷനും ഓരോ സൈസാണ്. അപ്പം ഞാനത് മാറിപ്പോയിരിക്കാനായിട്ട് ഓരോന്നും ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ് അന്ന് തന്നെ ഊരിയെടുത്തപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്ന ഏറ്റവും വലുതിനെ എടുത്ത് റൗണ്ടിൽ ഫിക്സ് ചെയ്യാം. ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ 2 ഹെൽപ്പേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അവർ 2 പേരൂടെ എനിക്ക് ഓരോ ബ്രാഞ്ചസും ഓപ്പൺ ചെയ്ത്, നമ്മളിത് ക്ലോസ് ചെയ്തിട്ടാണല്ലോ പാക്ക് ചെയ്തേക്കുന്നത്, അപ്പോൾ അത് ഓരോന്നും ഓപ്പൺ ചെയ്ത് വിടർത്തി തരണം. അങ്ങനെ അവർ 2 പേരുടെ ഓരോ ബ്രാഞ്ചും ഓപ്പൺ ആക്കി തരുമ്പോൾ എനിക്കിത് ഫിക്സ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഒന്ന് ക്രിസ്മസ് ട്രീയെ റെഡിയാക്കുകയാണ്. ഒരു 5-6 സെറ്റ് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഓരോ സെറ്റും അതിൻ്റെ സൈസ് അനുസരിച്ച് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കത് മിക്സപ്പ് ആയി പോകുന്നൊന്നുമില്ല. അപ്പോൾ എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും ടോപ്പിലെ പോർഷൻ എന്ന് പറയുന്നത് അത് ഒറ്റ ബ്രാഞ്ചായിട്ട് തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതും അങ്ങോട്ട് എടുത്ത് ഫിക്സ് ചെയ്ത് വെച്ചാൽ ക്രിസ്മസ് ട്രീയുടെ സെറ്റിങ്സ് കഴിഞ്ഞു. ഇനി അതിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഈ പെട്ടിയിലാണ് ക്രിസ്മസ് ട്രീയുടെയും ക്രിസ്മസ് കുറേ സംഭവങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ ക്രിസ്മസ് കഴിയുന്ന സമയത്ത് ഇതെല്ലാം ഇതുപോലെ പാക്ക് ചെയ്ത് അകത്തൊക്കെ വെച്ചേക്കുന്നത്. അപ്പം പിന്നെ പൊടിയൊന്നും പിടിക്കത്തില്ല. ഇത് ട്രീയുടെ സംഭവം ലൈറ്റ് വെച്ച് ഇത് ആ ബോർഡെല്ലാം നല്ല ഒത്തിരി ലെങ്ത്തുള്ള ഒരു ലൈറ്റ് ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീയുടെ ചുറ്റിലും അതിനെ ഇങ്ങനെ കവർ ചെയ്യാനായിട്ട് അത് പറ്റും. 2-3 വർഷമായി ഇതേവരെ ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് റെഡ് കളറിലുള്ള ആ ഒരു പൂമാല പോലത്തെ സാധനം അതൊക്കെ എടുത്ത് ഒന്ന് ചുറ്റി വെക്കുമ്പോൾ തന്നെ ക്രിസ്മസ് ട്രീ അങ്ങോട്ട് റെഡി ആയതുപോലെ നമുക്ക് തോന്നും. ഇനി കുറച്ച് ഗോൾഡൻ റെഡ് ബോൾസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത്, കുറച്ച് നല്ല ഫ്ലവേഴ്സ് ഉണ്ട് അതും വെച്ച്, ആ റെഡ് ഫ്ലവറും എങ്ങനെ അത് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫ്ലവറായിരുന്നു. അതൊക്കെ ചെറിയ റേറ്റിൽ വാങ്ങിച്ചതാണ്. ആ ഫ്ലവർ അങ്ങോട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി.
അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ എല്ലാവരും കൂടെ അതൊക്കെ ചെയ്തപ്പോഴത്തേക്കും ക്രിസ്മസ് ട്രീ കംപ്ലീറ്റ് അങ്ങ് റെഡിയായി. ഇതുപോലെ ഹൈറ്റിൽ ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ലാഡർ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നമുക്ക് വേറെ ആരുടെയും ഹെൽപ്പില്ലാതെ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ എൻട്രൻസും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഒരു ലാഡർ. അത് നല്ല ഹാൻഡി ആയിട്ടുള്ളൊരു ലാഡർ ആയതുകൊണ്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം, എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാനും പറ്റും. ഇതൊക്കെ കുറേ നാൾ മുമ്പ് വാങ്ങിച്ചതാണ്. ക്രിസ്മസിന് മാത്രം എടുത്ത് വെക്കും, എന്നിട്ട് ഇതുപോലെ പൊതിഞ്ഞങ്ങ് മാറ്റി വെക്കും. പൊട്ടുന്ന സാധനങ്ങളൊക്കെ പേപ്പറിൽ പൊതി വെച്ചാൽ അങ്ങനെ. ജസ്റ്റ് ഇതൊക്കെ എടുത്ത് ആലോചിച്ചേ. നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് സാന്റ മാറ്റി. ഇനി ഞാൻ പറഞ്ഞതുപോലെ ആ ബ്ലൂ കളറിലുള്ള പൂക്കളും ഒക്കെ എടുത്ത് ഞങ്ങൾ മാറ്റി വെക്കുകയാണ്. ആ വേസൊക്കെ ഞാൻ ഈ കബോർഡിൽ തന്നെ അങ്ങോട്ട് സൂക്ഷിച്ചു വെക്കും. അതുപോലെ ഒരു ടെഡി ബെയർ, ഇപ്പം നമ്മളുടെ വീടിന് ഒരു കളർ തീമൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുഷ്യൻസ് ചേഞ്ച് ചെയ്യുക, 1-2 ടെഡി ബെയർസിനൊക്കെ വെക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആ കാര്യം റെഡിയായി കിട്ടും. അപ്പോൾ അതുപോലെ റെഡ് കളറിലുള്ള 1-2 ടെഡി ബെയർസ് ഉണ്ടായിരുന്നു, അതിനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പൂക്കൾ ആ ഫ്ലവർ വേസിൽ നിന്നും ആ ബ്ലൂ പൂക്കൾ മാത്രം മാറ്റി വെക്കുന്നു. അപ്പം ബാക്കി ആ ഡ്രൈ ഫ്ലവർ അവിടെ നിന്നാൽ കുഴപ്പമില്ല. അതുപോലെ മാറ്റൊക്കെ തന്നെ മാറ്റിയാൽ തന്നെ ഡൈനിങ് ടേബിളിൻ്റെയും ലുക്കൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഈ മാറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഇത് കൈകാര്യം ചെയ്യാൻ നല്ല എളുപ്പമാണ്. വാഷ് ചെയ്യാനും ഡ്രൈ ആകാനും ഒക്കെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു മാറ്റാണ്. ഇത് ഐക്കയുടെ പ്രോഡക്റ്റാണ്. ഇപ്പം ഞാൻ മാറ്റി വെച്ച ഫ്ലവർ ബ്ലൂ ഫ്ലവർ മാറ്റിയെടുത്ത് ഇപ്പം അച്ചു പോയിട്ട് റെഡ് ഫ്ലവറൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ തന്നെ ആ ഒരു ഫ്ലവർ വേസും റെഡിയായി. റിമൂവ് ചെയ്ത ബ്ലൂ ഫ്ലവറൊക്കെ അപ്പം തന്നെ അത് പാക്ക് ചെയ്ത് അങ്ങ് മാറ്റി വെച്ചാൽ അതിൻ്റെ മുകളിൽ വേറെ പൊടിയോ അങ്ങനെയൊന്നും വരത്തില്ല. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് കൗണ്ട് ഡൗൺ ബോർഡ്. നല്ല രസമുള്ള, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണിത്. ഇതിനകത്തെ ഡേറ്റ് നമ്പറുകൾ നമ്മൾ പിള്ളേർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വന്ന് മാറ്റി വെക്കും. അപ്പോൾ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് ഇനി 24 ഡേയ്സ് കൂടെ ക്രിസ്മസിനുണ്ട്. അപ്പോൾ അത് ഓരോ ദിവസം ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റ് കൂടി വരും. ഈ ടേബിൾ റണ്ണറൊക്കെ നമ്മൾ ഒത്തിരി പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. 1 മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 3-4 ടേബിൾ റണ്ണർ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അതൊന്ന് എംബ്രോയ്ഡറിയും ചെയ്ത് ഒരു സൈഡിലൊരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രസമുള്ള റണ്ണറായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം ഇതിൽ ആദ്യം യൂസ് ചെയ്തതൊക്കെ ഞാൻ തയ്ച്ചുണ്ടാക്കിയത് തന്നെയാണ്. ഇവിടെ സാറ്റിൻ റിബണൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അടിച്ച് വിട്ടാൽ മതി. നല്ല ഭംഗിയുള്ള ക്രിസ്മസ് തീമിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ടേബിൾ റണ്ണറും വെച്ചു. ഇനിയിപ്പോൾ ജെഫിന് അവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാണ്. ക്യാൻഡിൽസൊക്കെ എടുത്ത് വെച്ച്, ക്യാൻഡിൽസിന് ശരിക്കും ഇത് ഐക്കയിൽ നിന്ന് വാങ്ങിച്ചൊരു ക്യാൻഡിൽ ഹോൾഡറാണ്. ചെറിയ റേറ്റേ ഉള്ളൂ, 2-3 തെറംസേ ഉള്ളൂ ഇതിന്. പക്ഷേ ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. കാരണം ഈ ക്യാൻഡിലൊന്നും ഒഴുകി വീണ് അവിടെ വൃത്തികേടാകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ, ബ്ലൂ കളറിലുള്ള ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഞാൻ ഒരു കവറിലിട്ട് തന്നെ അങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് പകരം വേറെ റെഡ് കളറിലുള്ള ഡ്രൈ ഫ്ലവേഴ്സ് അവിടെ വിരിച്ചിടാം. ടി വി സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലും ഉള്ള സ്പേസിലൂടെ ഒരു റണ്ണർ വിരിച്ച് അവിടെ കുറച്ച് ടെഡി ബെയറിനെയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെയൊന്ന് ഭംഗിയായി കിട്ടും.
ഇനി ഞങ്ങൾ ചെയ്തത് കുഷ്യൻസ് എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കുഷ്യനും റണ്ണറും ഒക്കെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് നമ്മുടെ റൂമിന് വരികയാണ്. അങ്ങനെ ഓരോ കുഷ്യനും എല്ലാം സെറ്റ് ചെയ്ത് ഇത് പല സമയത്ത് വാങ്ങിച്ച കുഷ്യൻസാണ്. അതുകൊണ്ട് എല്ലാം ഒരുപോലെയൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരുപോലെ കുഷ്യൻ വെക്കുന്നതിലും ഇഷ്ടം ഒരു കോമ്പിനേഷനായിട്ട് പലതും വെക്കുന്നതാണ്. ഇനി മിഡിൽ ടേബിൾ സെറ്റ് ചെയ്യുന്നതാണ്. മിഡിൽ ടേബിൾ സെറ്റ് ചെയ്തതിനകത്ത് ഭയങ്കര കൺഫ്യൂഷനാണ്. ഓരോരുത്തരുടെയും ഐഡിയ അനുസരിച്ച് ഓരോ സാധനങ്ങൾ കൊണ്ട് വെക്കുകയാണ്. എന്നിട്ട് ആർക്കും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. പലരുടെയും 3 പേരുടെ ഐഡിയയിൽ അങ്ങനെ മാറി മാറി ചേഞ്ച് ചെയ്താണ് ഡെക്കറേഷൻ നടക്കുന്നത്. അപ്പം കുറച്ച് പേര് അധികം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല ഐഡിയാസ് കുട്ടികളുടെ നിന്ന് നമുക്ക് കിട്ടും. ഇവിടെയാണെങ്കിലും മിഡിൽ ടേബിളിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരാൾ വെക്കുന്നത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു, തിരിച്ചു വെക്കുന്നു, വേറെ ട്രീ വെക്കുന്നു. അങ്ങനെ ഒരു ബഹളം ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ പലരുടെയും ഐഡിയാസിൽ മാറ്റി മറിച്ചും തിരിച്ചും ഒക്കെ വെച്ച് അവസാനം സെൻട്രൽ ടേബിളും സൈഡ് ടേബിളും ഇങ്ങനെ ഒരു ലുക്കിലാണ് വന്നേക്കുന്നത്. അപ്പം അവസാനം ഇനി അറേഞ്ച് ചെയ്ത ഡൈനിങ് ടേബിളാണ്. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെയും ഒരു ഫൈനൽ ലുക്ക് ഇതാണ്. ഇത് ഞങ്ങളുടെ അക്വേറിയാണ്. കയറി നമ്മൾ ഡോർ ഓപ്പൺ ആക്കുമ്പോഴേ കാണുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ ക്രിസ്മസ് എഴുതിയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു എംപ്റ്റി ഫീലിംഗ് എനിക്ക് തോന്നി. അപ്പോഴാണ് എനിക്കൊരു ഗോൾഡൻ ഒരു ക്ലോത്ത് കൈ കിട്ടിയത്. ആ ക്ലോത്ത് കൊണ്ട് വെറുതെ ഒരു ബോ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു മൊട്ടുസൂചി വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ അവിടെയും ഒരു ചേഞ്ച് വന്നു. അങ്ങനെ ഇനി നമ്മുടെ മെയിനായിട്ടുള്ള നമ്മളുടെ പണ്ടൊക്കെ നാട്ടിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം സ്റ്റാർ തൂക്കുക എന്നുള്ളത്. അതും കയറി വരുന്നിടത്ത് തന്നെ ഞാനൊരു കൊളുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റിക്കർ കൊളുത്ത് ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഈ സ്റ്റാറും അങ്ങ് തൂക്കി. ഇനി നമ്മുടെ മെയിൻ ഡോറിന് ഒരു ക്രിസ്മസ് റീത്തും കൂടെ ഫിക്സ് ചെയ്താൽ ഏകദേശം ഡെക്കറേഷൻസൊക്കെ കംപ്ലീറ്റ് ആയി. ഈ ക്രിസ്മസ് റീത്താണെങ്കിലും ഒരു 4-5 വർഷം മുന്നേ മേടിച്ചതാണ്. ഇപ്പോഴും അത് പുതുമ പോകാതെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം നമ്മളെടുത്ത് അതിൻ്റെ ആ ഒറിജിനൽ പാക്കറ്റിൽ തന്നെയാണ് ഞാൻ പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇതൊന്നും ഓരോ വർഷവും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഏകദേശം എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഒരു ചേഞ്ച് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു വലിയ സന്തോഷമാണ്. അങ്ങനെ ഇനിയും ജസ്റ്റ് എല്ലാം ഒന്ന് അടിച്ച് ക്ലീനാക്കി ഇനി ഫോട്ടോയൊക്കെ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് തൂത്ത് ക്ലീൻ ആക്കുകയാണെല്ലാം. എൻ്റെ ക്രിസ്മസ് സാധനങ്ങളൊക്കെ വെക്കുന്ന ബോക്സ് അതൊക്കെ എടുത്ത് തിരിച്ച് വെക്കും. ഇനി ഒരു മാസം കഴിഞ്ഞ് അതിനെ തിരിച്ചെടുത്ത് ഈ സംഭവങ്ങളെല്ലാം പാക്ക് ചെയ്തതിനകത്ത് വെച്ചാൽ മതി. അങ്ങനെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. ലാഡറും ഒക്കെ എടുത്ത് അതിൻ്റെതായ പ്ലേസിൽ തിരിച്ചു കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുത്ത് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ വർഷവും ഡിസംബർ 1 ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരു താല്പര്യം തന്നെയാണ് വീട്ടിൽ, ആ ഒരു ചേഞ്ച്. അപ്പം ഞാൻ ഓർക്കുന്നത് ക്രിസ്മസിന് 2-3 ദിവസം മുന്നേ ചെയ്യാതെ ഞാൻ ആ ഡിസംബർ മൊത്തം ആ ഒരു ക്രിസ്മസ് ഫീലിംഗ് കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് കൊണ്ടുവരും എല്ലാ വർഷവും. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി കാത്തിരിക്കുകയാണ് ക്രിസ്മസ് ആവാനായിട്ട്. ഓരോ ഡെക്കറേഷൻ ഐറ്റംസും ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് എന്നെ കളക്ട് ചെയ്തൊക്കെ വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ എൻ്റെ ക്രിസ്മസ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ക്രിസ്മസ് സീസണൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പം നമുക്കിന്ന് നല്ല നല്ല സാധനങ്ങൾ ചെറിയ റേറ്റിൽ കിട്ടും. അവരെങ്ങനെയും വിറ്റഴിക്കാൻ നോക്കുമല്ലേ, വന്ന സ്റ്റോക്കൊക്കെ ഒന്ന് വിറ്റഴിക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല ചെറിയ റേറ്റിൽ ഇത് വാങ്ങിച്ചെടുക്കാനായിട്ടും കഴിയും. ഇതൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഓരോന്നും എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് പൊതിഞ്ഞ് അതുപോലെ ഒരു ബാഗിലൊക്കെ ഇട്ടങ്ങ് സൂക്ഷിച്ച് വെച്ചാൽ അത് വർഷങ്ങളോളം അങ്ങ് നിലനിന്നോളും, കുഴപ്പമൊന്നും ഇല്ലാതെ. അപ്പം എന്തായാലും നിങ്ങൾക്കൊക്കെ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. ഇനി ഈ കേക്ക് ഡെക്കറേഷൻ, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കേക്കിന്റെ ഡെക്കറേഷനും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.